MT മെറ്റലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ലോങ് റേഞ്ച് AKSൻ്റെ ലോങ് റേഞ്ച് നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോവാണ്. പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നുണ്ട്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണാം. അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചിട്ടുണ്ട്, നമുക്ക് നേരെ അൺബോക്സിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് AKSൻ്റെ ബോക്സ് കാര്യങ്ങളാണ് കേട്ടോ. നോർമലി മോളിൽ വരുന്ന ബോക്സാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് പൂർണ്ണമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ടാവും ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വേറെ കവറിൻ്റെ ഇതിലാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ആണ് ഇതിൻ്റെ ഒറിജിനൽ ബോക്സ് കേട്ടോ. നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കി കവർ റിമൂവ് ചെയ്ത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബോക്സ് കാര്യങ്ങൾ. ഇതിൻ്റെ രണ്ട് ലോക്ക് വരുന്നുണ്ട് ഇവിടെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊന്ന് മേലോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ സാധനം തുറക്കും. ഓക്കെ, ഏറ്റവും ഇതൊന്നും കൂടെ മൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ്. ഫസ്റ്റ് കാറ്റലോഗ് കാര്യങ്ങളാണ് ഇതിലുള്ളത്. കാറ്റലോഗ് തന്നെ ഇതിൻ്റെ ഡീപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാക്കണം, റേഞ്ച് വരുന്നത് 1000 m ആണ്, 1000 മീറ്ററാണ്. ഡീപ്പ് പറയുന്നത് 20 മീറ്ററാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് നമുക്ക് എങ്ങനെ ടാർഗറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇതാക്കണതിൽ കൊടുത്തിട്ടുണ്ട്. സൗത്ത് നോർത്ത് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് രീതിയിലാണോ ഇത് ഫൈൻഡ് ചെയ്തെടുക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റാണിത്. ഇത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, വീഡിയോയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ, പിന്നെ വരുന്നത് ഒരു ചാർജറാണ്, പിന്നെ ഇതിൻ്റെ കൺട്രോളറും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇത് പിന്നെ അമ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കയറാതിരിക്കാൻ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൽ എന്തൊക്കെ മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ വരുന്നത് കോപ്പർ വരുന്നുണ്ട്, അതുപോലെ സിൽവർ വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, ഡയമണ്ട് വരുന്നുണ്ട്. ഇതിൽ കോപ്പർ, സിൽവർ, ഗോൾഡ് ഒക്കെയാണ്. ഡയമണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജംസ്റ്റ് സ്റ്റോണിൽ വരുന്ന എല്ലാം വരും, ഡയമണ്ട് പിടിക്കും, അത് ക്യാച്ച് ചെയ്യും. ഹാർഡ്നെസ് ഉള്ള സ്റ്റോൺ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഡയമണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ പവർ ബട്ടൺ ഇതാക്കണം. നമുക്ക് ഏത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കൺട്രോൾ പാനലാണ്. അതായത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഇതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് മെറ്റലാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് ആക്കി കൊടുക്കാനുള്ള കൺട്രോളാണ്. അതുപോലെ തന്നെ ഒരു ക്ലിപ്പ് ഇവിടെ വരുന്നുണ്ട്. അത് നമ്മളെ ഫാനിൻ്റെ ഹുക്കൊക്കെ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് കൊടുത്തത്, കാരണം അത് കൈമേൽ വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് പവർ ബട്ടണാണ്. പവർ ബട്ടൺ വന്നാൽ ഇവിടെ ചെറിയൊരു കളർ ലൈറ്റ് കാണാൻ കഴിയും. ഇതിപ്പോൾ നല്ല വെളിച്ചമായത് കൊണ്ട് കാണില്ല. അതുപോലെ തന്നെ ഇത് ഓണാക്കിയാൽ ഇവിടെ ഒരു സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ സ്കാനർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കളർ ഇങ്ങനെ മിന്നി കളിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല, മിന്നി കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓണായെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് മെറ്റലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ മെറ്റൽ നമ്മളിത് സെർച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പറിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സാധനം ഓണാക്കി കോപ്പറിന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാക്കണം, ഇവിടെ നമുക്ക് കോപ്പറിൻ്റെ ഈ റെഡ് ലൈറ്റ് കത്തുന്ന കാണാൻ കഴിയും. ഇനി സിൽവറാണ് വേണ്ടെങ്കിൽ സിൽവർ നിൽക്കുക, സിൽവറിൻ്റെ കാണാൻ കഴിയും. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട്. നമുക്ക് ഏത് മെറ്റലാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഫാൻഡോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കൈ ഫ്രീ ആക്കിയിടണം അപ്പോഴും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനിതൊന്ന് ഓടിച്ചു തരാം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരാണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാക്കണം, ജസ്റ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗോൾഡ് ഇടുകയാണ്. ഗോൾഡ് ഇടുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഗ്രൗണ്ട് ബാലൻസ് ചെയ്യാന്നുള്ളത്. അത് എല്ലാ മെഷീനറീസിനും ആവശ്യമാണ്. അതായത് മണ്ണുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയും. നോർമൽ മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ലോങ് റേഞ്ച് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിലും ഗ്രൗണ്ട് ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി വിടാം. ഓക്കെ, നമുക്ക് ഏത് ഒബ്ജക്റ്റാണ് വേണ്ടിയത് നമ്മൾ അതിൽ കൺട്രോൾ പാനൽ സെറ്റ് ചെയ്ത് ഗോൾഡാണ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ആട്ടി വിടാം. അതിനുശേഷം കറക്റ്റ് പിടിക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഇതിൽ നമ്മൾക്ക് തൂക്കുന്നൊക്കെ പറയും. അതായത് കറക്റ്റ് സ്റ്റഡിയിൽ നിൽക്കണം. ഒരു ഭാഗത്തൊക്കെ ചെരിഞ്ഞു പോയാൽ ഇത് നമുക്ക് ബാലൻസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മൂവ് ചെയ്യാൻ കഴിയില്ല. ഇത് മെയിനായിട്ട് കാലിയാണ്. ഇത് നമ്മൾ മോട്ടർമേലോ കാര്യങ്ങളോ ഒന്നുമല്ല വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ശരിക്കും എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ കോപ്പറിൻ്റെ റാഡാണ്. നമുക്കറിയാം മെറ്റൽ ഡിറ്റക്ടർ നോർമൽ ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കോപ്പറാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി കാണിച്ചു തരാം കേട്ടോ നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഹാൻഡിന് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും കോപ്പറാണ്. ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ പിടിച്ചെടുക്കുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ നോർമൽ ടൈപ്പൊക്കെ സാധാഗതിയിൽ പിടിച്ചെടുക്കുന്നത് മെറ്റലുകളാണ്. അതായത് നമുക്കിപ്പോൾ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ആ മെറ്റലിനാണ് ക്യാച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് റേഡിയേഷനാണ് ഇതാക്കുന്നത്. അതായത് നമുക്ക് ഏതൊരു ഒബ്ജക്റ്റ് മണ്ണ് എടുക്കുകയാണെങ്കിലും ഒരു 1 year അല്ലെങ്കിൽ ഒരു 30-40 ഡേയ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. ആ
റേഡിയേഷൻ ക്രിയേറ്റ് ആവുന്നതാണ് ശരിക്കും എന്താക്കുന്നത് ഈ സാധനം പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഈ മെഷീന് 20 മീറ്റർ ഡീപ്പ് കിട്ടും എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ നമ്മൾ ന്യൂ ഒബ്ജക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ നിങ്ങൾ ഈ ഒരു ഏരിയ കണ്ടോ, ഇത് ഒഴിഞ്ഞ പറമ്പാണ്, ഇങ്ങനത്തെ ഏരിയയിലൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പിടിച്ചെടുക്കും. പക്ഷേങ്കിൽ നമ്മൾ ന്യൂ മെറ്റലാണോ പറയുന്നത്, അഥവാ നമ്മൾ ഇങ്ങനത്തെ ഇത്ര ഏരിയയിൽ അടുത്തൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റ് സിഗ്നൽ കാണിക്കും. പക്ഷേങ്കിൽ കൂടുതൽ മെറ്റലുകളുള്ള ഏരിയ ആണ്, അതായത് ഒരുപാട് മെറ്റലുകളുള്ള ഏരിയ ആണെങ്കിൽ പുതിയ മെറ്റൽ പിടിച്ചെടുക്കില്ല. മെയിനായിട്ട് ഇത് റേഡിയേഷൻ ആണ് ക്യാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊരു മെറ്റൽ മണ്ണിൽ വീണ് കിടന്നാലും കുറേ കാലം കഴിഞ്ഞാൽ മണ്ണും വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ചെറിയ റേഡിയേഷൻ ക്രിയേറ്റ് ആവും. ആ റേഡിയേഷൻ ആണ് എന്താക്കുന്നത് ഈ മെഷീനറീസൊക്കെ പിടിച്ചെടുക്കുന്നത്. ലോങ് റേഞ്ചിൽ ഈ മോഡൽ മുതൽ ഇതിൻ്റെ റേറ്റ് കൂടിയ 3D ടൈപ്പൊക്കെ ലോങ് റേഞ്ച് ഉണ്ട്. എല്ലതും ഞാൻ പറഞ്ഞ പോണ റേഡിയേഷനാണ് പിടിച്ചെടുക്കുന്നത്. നമ്മൾ എന്തൊരു ഒബ്ജക്റ്റ് നമുക്കിപ്പോൾ ഒരു മെറ്റൽ റേഡിയേഷനുള്ള മെറ്റലാക്കി എടുക്കാൻ കഴിയും. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഏതെങ്കിലും ഒരു സിൽവറോ കോപ്പറോ എന്തെങ്കിലും ഒരു മെറ്റൽ നമ്മൾ നല്ല വെയിൽ തട്ടുന്നതും വെള്ളം നനവ് കൊടുക്കുന്നതും മെറ്റൽ കുഴിച്ചിട്ടാൽ ഒരു മണ്ണിൽ കുഴിച്ചിട്ടാൽ ഒരു 2-3 മാസം ആകുമ്പോഴേക്കും അത്യാവശ്യം ചെറിയ റേഡിയേഷൻ അതിന് ക്രിയേറ്റ് ആവും. ആ റേഡിയേഷനാണ് ശരിക്കും ഇത് പിടിച്ചെടുക്കുക. അതുകൊണ്ടാണ് എന്താവുന്നത് ഇത്രക്കും ഡീപ്പ്, അതായത് 20 മീറ്റർ പറയുകയാണെങ്കിൽ 20 മീറ്റർ ഡീപ്പ് കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. അല്ലാതെ നമുക്കറിയാം നോർമൽ ടൈപ്പ് മെറ്റൽ ഡിറ്റക്ടർ ആണെങ്കിൽ ഡീപ്പ് കിട്ടണമെങ്കിൽ നമുക്കൊരു 20 മീറ്റർ ഡീപ്പ് കിട്ടണമെങ്കിൽ ഹെവി കോയിൽ വേണം, കോയിലിൻ്റെ സൈസ് കൂടണം. അതുപോലെ തന്നെ അതിനുള്ള ബോഡി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ റേഞ്ചിൽക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി നോക്കിയാൽ പോലും കിട്ടൂല നമുക്ക് ആ റേഞ്ചിൽ. നോർമലി വരുന്ന കൂടുതലും ഒരു 7 അടി 10 അടി ആ റേഞ്ച് മാത്രമാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെഷീനറീസ് കിട്ടുന്ന കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, അതായത് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇത് റേഡിയേഷനാണ് ക്യാച്ച് ചെയ്യുന്നത്, അല്ലാതെ മെറ്റലുകളല്ല. ഫ്രഷ് മെറ്റലുകൾ ക്യാച്ച് ചെയ്യാൻ പ്രയാസമാണ്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഓൾഡ് മെറ്റൽ, അതായത് മണ്ണ് കിടക്കുന്ന മെറ്റലുകളാണ് ഇത് സ്കാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് പോസിറ്റീവ് വശങ്ങളുണ്ട്, നെഗറ്റീവ് വശങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മുമ്പ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ഇത് നോർമലി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് നമ്മൾ കൈമേലുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ ഡിറ്റക്ടർ കൂടി ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാച്ചുറലായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നിക്ഷേപം വെച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ നോർമൽ ഡിറ്റക്ടർ ആവശ്യമാണ്. കാരണം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ മാത്രം, ഈ ഒരു കറക്കം മാത്രമേ ഉണ്ടാവും. പക്ഷേങ്കിൽ നമുക്ക് നോർമൽ ടൈപ്പ് ആകുമ്പോൾ അത് വെക്കുന്ന സമയത്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്ത് കിട്ടും. അപ്പം നോർമൽ ഡിറ്റക്ടർ വെച്ച് നമുക്ക് ഇത്ര ഒരു ഏരിയ, ഇതിപ്പോൾ നല്ലൊരു ഏരിയ ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ഇത്ര ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ നല്ല റിസ്ക്കാണ്. പക്ഷേ നമുക്ക് ലോങ് റേഞ്ച് വെച്ചിട്ട് നമുക്കൊരു സ്പോട്ട്, അതായത് നിശ്ചിത സ്പോട്ടിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും. അപ്പോൾ നമ്മൾ അവിടെ എത്തിപ്പെട്ടാൽ നമുക്കിന്ന് നോർമൽ ടൈപ്പ് ഡിറ്റക്ടറിൻ്റെ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് നോക്കിയാൽ മതി. അതായത് ഈ ഡിറ്റക്ടറിൻ്റെ പരിധിക്കുള്ളിലുള്ള മെറ്റലാണോ ക്യാച്ച് ചെയ്തത് അല്ലത് ആണോ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. അതിനാണ് നമ്മൾ പറയുന്നത് നോർമൽ ഡിറ്റക്ടറും ഇതിൻ്റെ കൂടെ ആവശ്യമാണ്. പക്ഷേ നോർമൽ ഡിറ്റക്ടർ നമ്മളൊരു ഏരിയ ഫുള്ള് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീപ്പ് കിട്ടില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 6 അടി 7 അടി അല്ലെങ്കിൽ ഒരു 10 അടി മെഷീൻ നമ്മൾ പറയുന്ന മെഷീനാണെങ്കിലും ആ മെഷീൻ്റെ മാക്സിമം പവറാണ് 10 അടി എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ചെറിയ ഒബ്ജക്റ്റ് എന്താവില്ല 10 അടിയിൽ നിന്ന് കിട്ടില്ല. പക്ഷേ ലോങ് റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഹെവി ഡീപ്പെന്ന് ടാർഗറ്റ് ചെയ്തു, അതായത് അതിൻ്റെ റേഡിയേഷൻ വെച്ചിട്ട് എത്ര റേഡിയേഷൻ്റെ പവർ പോലെ ഇരിക്കും ഡീപ്പ് കിട്ടുന്നത്. അതായത് നമ്മൾക്ക് ഹൈ റേഡിയേഷനൊക്കെ ആണെങ്കിൽ ഈ റേഡിയേഷൻ കുടുങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പൊതുവെ വരാറുണ്ട്. അതായത് ചില ആൾക്കാർ ചാത്തന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റൽ എടുക്കുന്ന സമയത്ത് പൊള്ളലേക്കുക, അതുപോലെ തന്നെ കറണ്ട് അടിച്ച പോലെ ഫീലിംഗ് കൊടുക്കുക. ഇതൊക്കെ വരുന്നത് എന്താ വെച്ചാൽ ഇടിമിന്നൽ ഇറങ്ങുന്ന നേരമുള്ള ചെറിയൊരു പവറുകളാണ്. അത് നോർമലി കൂടുതലും ഉണ്ടാവുക കോപ്പറിൻ്റെ കണ്ടൻറ്റിലാണ്. അതായത് ഗോൾഡിൻ്റെ കണ്ടൻറ്റോ സിൽവറിൻ്റെ കണ്ടൻറ്റോ അങ്ങനത്തേലൊന്നും ഒരിക്കലും ഹൈ റേഡിയേഷൻ ഉണ്ടാവില്ല. ഈ റേഡിയേഷൻ നമ്മൾ കുടുങ്ങുകയെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിൽ പല രീതിയിലുള്ള എഫക്റ്റുകളും വരും. അത് പല രീതിയിലുള്ള ആൾക്കാരൊക്കെ പൊതുവേ പറഞ്ഞ് നടക്കുന്ന ചെറുത്താന്മാരുണ്ട്, അല്ലെങ്കിൽ പിശാചുക്കളാണ്, ഓലെ സംരക്ഷണത്തിലായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ മെയിനായിട്ട് ഈ മെഷീൻ സ്കാൻ ചെയ്യുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കുക, റേഡിയേഷനാണ്. അപ്പോൾ ഹൈ റേഡിയേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. നോർമലി നമ്മൾ കൈ വെക്കുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ കറക്കത്തിൽ നമുക്ക് ഹൈ റേഡിയേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നോർമൽ റേഡിയേഷൻ ആണോ അതിലുള്ളതെന്നൊക്കെ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഇതിന് മെയിനായിട്ട് നമ്മൾ നോർമൽ മെഷീൻ ഉപയോഗിക്കുന്നതിനും കൂടുതൽ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ മനസ്സ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കണം എന്ന് മാത്രമേ നമുക്ക് ഇതിന് നല്ല റിസൾട്ട് കിട്ടും. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ നമുക്ക് എന്താവില്ല കറക്റ്റ് റിസൾട്ട് കിട്ടിക്കോളണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൈ ഓവർ വെയിറ്റ് പിടിക്കരുത്, അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ എന്താക്കരുത്, നമ്മൾ ഈ ഒരു പിടുത്തം നല്ല ഹൈ ആയിട്ട് പിടിക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് എന്താവരുത്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകരുത്, കറക്റ്റ് സ്റ്റഡിയിൽ നിൽക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താക്കായോ ഇതിൽ കറക്റ്റ് റിസൾട്ട് കിട്ടും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വശത്ത് നോക്കുകയാണെങ്കിൽ ഇത് കാലിയാണ്. ഇത് റിമോട്ടോ അല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മോട്ടറോ കാര്യങ്ങളിലോ ഒന്നും അല്ല വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ മോഡലാണ്
മോഡലാണെങ്കിൽ ഇനി കോസ്റ്റ്ലി മോഡൽ അതായത് 10 ലക്ഷം 13 ലക്ഷം രൂപേൻ്റെ ഒക്കെ ലൊക്കേറ്ററുകൾ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എല്ലാത്തിൻ്റെ സിസ്റ്റവും ഇതേ മോഡലാണ് വരുന്നത്. അതായത് ഈ ഒരു സാധനം മോട്ടർമലോ കാര്യങ്ങളോ ഒന്നുമല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ കറക്റ്റ് പഠിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഉണ്ടാവും നമുക്ക് ഒരു മെറ്റൽ ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ സാധനം നമ്മൾക്ക് ഒരു കാന്തം ആകർഷിക്കും പോലെ വലിച്ചു കൊണ്ടുപോകാണ് ചെയ്യുക. ഈ ഒരു സാധനത്തിലേക്ക് പോണ പവർ, അതായത് ഇതിൽ നിന്ന് പോകുന്ന പവർ അതായത് റേഡിയേഷനുള്ള മെറ്റലിലേക്ക് ഇത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വലിവ് നമുക്ക് എങ്ങനെയാണുള്ളത് ഫുള്ള് നമ്മളെ കൈമലാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു പിടുത്തത്തമ്മലാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലായെന്ന് കരുതുന്നു. ന്യൂ മെറ്റലുകൾ ക്യാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ലൊക്കേറ്റർ എടുക്കരുത്. ഇപ്പോൾ താഴ്ന്ന മോഡലാണെങ്കിലും കൂടിയ മോഡലാണെങ്കിലും എടുക്കാൻ നിൽക്കരുത്. നമുക്ക് നിക്ഷേപം പോലത്തുള്ള ഹെവി ആയിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഗോൾഡ് മൈനിങ് ചെയ്യുന്ന ഏരിയകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ അടുത്തൊക്കെ പറഞ്ഞാൽ പോകണം ഹെവി ഡീപ്പിൽ കിട്ടാൻ നല്ലൊരു മെഷീനാണ് ലൊക്കേറ്റർ. അതായത് നാച്ചുറലായിട്ടുള്ള ഗോൾഡിന് എപ്പോഴും ഒരു റേഡിയേഷൻ ഉണ്ടാവും. കാരണം കാലങ്ങളായിട്ട് മണ്ണ് കെടുക്കുന്ന മെറ്റലാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മൾ ഫ്രഷ് മെറ്റൽ, അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റലാണ് നമ്മൾ പിന്നെ പുതിയ മെറ്റൽ എന്ന് പറയുന്നത്. ന്യൂ മെറ്റലാണെങ്കിൽ കുറച്ച് ഡീപ്പായി കിട്ടുള്ളൂ. പക്ഷേ ഒരു ഓൾഡ് മെറ്റൽ ഉദ്ദേശിക്കുന്നത് പഴകിയ മെറ്റൽ എന്നല്ല, മണ്ണിൽ കിടന്നിട്ട് അതായത് മണ്ണെന്ന പിന്നെ സൂര്യപ്രകാശവും അതുപോലെ തന്നെ വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ചെറിയൊരു റേഡിയേഷൻ ക്രിയേറ്റ് ആയതാണ് നമ്മൾ ഓൾഡ് മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ പഴയ മെറ്റലാണ്, കുറേ പഴക്കമുള്ള മെറ്റലാണ് നല്ല ഉദ്ദേശിക്കുന്നത്. പഴയ മെറ്റൽ കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കും. പ്രാക്ടീസ് ചെയ്യാണ്, നല്ല പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് നല്ല റിസൾട്ടിലേക്ക് എത്തിച്ചെടുക്കാൻ കഴിയും. മറ്റേ നോർമൽ ടൈപ്പാണ് നമുക്ക് എവിടെ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് അറിയാം. നമുക്ക് നോർമൽ ടൈപ്പ് എവിടെ സ്കാൻ ചെയ്താലും അടിയിൽ മെറ്റലിൻ്റെ സൗണ്ട് ഉണ്ടാക്കും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ കറക്റ്റ് കൈയിൻ്റെ ബാലൻസ് റെഡി ആവണം. അതുപോലെ തന്നെ ഇത് കറക്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എത്ര ഡീപ്പ് ഉണ്ടെന്ന് വരെ എടുക്കാൻ കഴിയും. അതായത് മണ്ണിൻ്റെ അടിയിലേക്ക് എത്ര ഡീപ്പിൽ കാണും മെറ്റൽ നമുക്ക് ടാർഗറ്റ് ചെയ്തതെന്നുള്ള ഒരു ഏകദേശം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഓപ്ഷൻസ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഇതുകൊണ്ടല്ലാത്ത ഉദ്ദേശം അത് നമ്മളെ ഐഡിയ കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും. എൻ്റെ കാര്യം പറയാനുള്ളത്, ഇത് ഉപയോഗിക്കുന്ന നേരം മെയിനായിട്ട് കാര്യം പറയാനുള്ളത് മൊബൈൽ കാര്യങ്ങൾ ഒന്നും കൈവശം വെക്കരുത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസുകൾ, അതായത് വലിയ ടവറുകൾ കാര്യങ്ങൾ ഡിവൈസുകൾ അങ്ങനെയുള്ളിടത്തൊന്നും ഇത് കൊണ്ടുപോയി ഉപയോഗിക്കരുത്. ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടില്ല. ഓപ്പണായി കിടക്കുന്ന ഏരിയകളാണ് നല്ല റിസൾട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ അതുപോലെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് ഡീപ്പ് ഒരു ഏകദേശം മനസ്സിലാക്കാൻ ഈ നാച്ചുറലായിട്ടുള്ള ഗോൾഡ് ഉണ്ടെങ്കിലൊക്കെ അത് പിടിച്ചെടുക്കും. കാറ്റലോഗിൽ കാര്യങ്ങൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ന്യൂ മെറ്റൽ ഉദ്ദേശിക്കുന്നവർ, അതായത് ചെറിയ ഐറ്റംസുകൾ ഫൈൻഡ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഒരിക്കലും ലൊക്കേറ്റർ ടൈപ്പ് ഒരു മോഡലും എടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗിൽ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന 2 പിൻ പോയിൻ്ററാണ്. ഞാൻ ജസ്റ്റ് ഇത് ഓണായി കാണിച്ചു തരാം. ഒരു മെറ്റൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ മെറ്റലുണ്ട്. ഓക്കെ, ഞാൻ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ് നിന്നാൽ നമുക്കൊരിക്കലും ഇത് വർക്ക് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അതായത് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തെളിവാണിത് കേട്ടോ. കാരണം ഇത് വർക്ക് ചെയ്യാണ്ടായാൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ കണക്ഷൻ പോയാൽ ഇതിൻ്റെ കണക്ഷനും പോകും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ശരിക്കും ഇതിനെ കൊണ്ടുള്ള പിൻ പോയിൻ്റർ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഥവാ ഒരു ചെറിയൊരു ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണൊന്നും കൂടെ നീക്കണം, നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു മെറ്റൽ നമ്മളിവിടെ വെക്കുന്നത് അതിൻ്റെ നേരെ എത്തുമ്പോൾ സൗണ്ട് ഉണ്ടാക്കണം. അതായത് മണ്ണ് പെട്ടുപോയ മെറ്റലുകൾ പിൻ പോയിൻ്റർ ഉദ്ദേശിക്കാമെന്ന് മാത്രമല്ല. പക്ഷേ ഇത് അത്ര നമ്മളങ്ങനെ റഫായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. മെഷീന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ കൂടുതൽ തണുപ്പുള്ള സമയത്തും കൂടുതൽ ചൂടുള്ള സമയത്തും ഈ മെഷീനറീസ് ഉപയോഗിക്കരുത്, റിസൾട്ട് കിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് നോക്കി വായിച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിന് 1 year ആണ് വാറണ്ടി വരുന്നത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ഏതായാലും എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള, അതായത് നമുക്കിത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്തിട്ടൊരു മെറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളൊരു വീഡിയോ എന്തായാലും വേറെ ചെയ്യുന്നുണ്ട്. ഇതേതായാലും വീഡിയോ എടുക്കുന്നത് ഞാനാണ്, പറയുന്നത് ഞാനാണ്, എല്ലാം കൂടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാമായിരുന്നു ഇതെങ്ങനെയാണ് കറക്റ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് എന്തായാലും നല്ലൊരു വീഡിയോ, അതായത് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ എന്തായാലും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നോർമലി ഈ ഒരു മോഡൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സാധാ ടൈപ്പ് ഡിറ്റക്ടറോടും കൈവശം ഉള്ളത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാ ഡിറ്റക്ടർ നമുക്കറിയാം എല്ലായിടത്തും അടിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹെവി ആയിട്ടുള്ള റേഡിയേഷനുള്ള സ്ഥലത്ത് മാത്രമേ ഇത് ക്യാച്ച് ചെയ്യൂ. അതുകൊണ്ട് തന്നെ കണ്ടമാനം മെറ്റലുള്ള ഏരിയകളാണെങ്കിലും നമുക്ക് ഒറ്റ ടാർജറ്റ്, സിംഗിളായിട്ടുള്ള ടാർജറ്റുകൾ കിട്ടും. മറ്റേതാകുമ്പോൾ നോർമൽ ടൈപ്പ് ആകുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. ഇങ്ങനത്തെ ഓപ്പണായി കിടക്കുന്ന ഏരിയ ഒക്കെ ആണ്, അതായത് വേസ്റ്റ് മെറ്റൽ കണ്ടമാനം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ പറഞ്ഞ മാതിരി കണ്ടമാനം വേസ്റ്റ് മെറ്റലൊക്കെ ഉണ്ടെങ്കിൽ നോർമൽ ടൈപ്പ് ഉപയോഗിക്കാൻ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ആ മെറ്റലൊക്കെ എടുത്ത് നോക്കേണ്ട ആവശ്യം വരും. അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ മെഷീൻ
മെഷീനറീസ് ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ കിട്ടിയ സ്ഥലത്ത് നമ്മൾ മറ്റേ നോർമൽ ടൈപ്പ് മെഷീൻ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് കറക്റ്റ് ഫൈൻഡ് ചെയ്തെടുക്കാൻ കഴിയും. ഏതായാലും ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.